IPL മാച്ച് നമ്പർ 29 ഇന്നലെ അവസാനിച്ചപ്പോൾ മുംബൈക്ക് ആശ്വാസ വിജയം കിട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഡൽഹി ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ സ്പിന്നേഴ്സിന് ടേണുള്ള ടിപ്പിക്കൽ ബാറ്റിംഗ് ട്രാക്കായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. പതിവ് പോലെ രോഹിത് 20-ൽ താഴെ എടുത്ത് പുറത്തായപ്പോൾ റിക്കൾട്ടൺ, സൂര്യ, തിലക് ജോഡിയായിരുന്നു മിഡിൽ ഓവേഴ്സിൽ MI ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ഡെത്ത് ഓവേഴ്സിൽ നമൻഗർ കൂടി റൺസ് കണ്ടെത്തിയപ്പോൾ 205-ന് 5 എന്ന നിലയിലാണ് മുംബൈ ബാറ്റിംഗ് അവസാനിച്ചത്. ഡൽഹി സ്പിന്നേഴ്സ് ബെറ്ററായി തന്നെ പന്തെറിഞ്ഞെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സ് ലൈൻ ആൻഡ് ലെങ്ത് നന്നായി എറർ വരുത്തുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ കോമിക്കൽ ഡ്രോപ്പ് ക്യാച്ചസ് കൂടി വന്നപ്പോൾ എല്ലാ ഗെയിമിലെയും പോലെ തന്നെ ഇന്നലെയും ഫീൽഡിംഗ് മോശമായിരുന്നു. തിലകിനും നമൻദീറിനും ലൈഫ് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ പന്തിൽ തന്നെ ജേക്ക് ഫ്രാസർ ഔട്ടായപ്പോൾ കരുൺ നായരായിരുന്നു ഡൽഹി ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. അപാര ടൈമിങ്ങും ഗംഭീര ഷോട്ട് സെലക്ഷനും കരുൺ കാഴ്ചവെച്ചപ്പോൾ അനായാസ വിജയം ഡൽഹി നേടുമെന്ന് തന്നെ തോന്നിച്ചു. എന്നാൽ 11-ാം ഓവറിൽ കരുൺ ഔട്ടായതോടെ ഡൽഹിയുടെ ചേസ് പതിയെ താളം തെറ്റുകയാണ് ഉണ്ടായത്. ഇവിടെ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു. കാരണം വിക്കറ്റ് വീണ് 2 പുതിയ ബാറ്റേഴ്സ് ക്രീസിലെത്തിയപ്പോൾ തന്നെ ബുംറയെ കൊണ്ടുവന്ന് വിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കറക്റ്റായി അക്ഷറിന്റെ വിക്കറ്റ് MIക്ക് കിട്ടി. ആദ്യ 2 ഓവറിൽ 24 വഴങ്ങിയ കരൺ ശർമ്മയെ പിന്നീട് ഹാർദിക് കൊണ്ടുവന്നപ്പോൾ രാഹുലിന്റെ ഇമ്പോർട്ടന്റ് വിക്കറ്റ് കിട്ടിയത് കളിയിലെ വഴിത്തിരിവായി. അസതോഷും വിബരാജും ക്രീസിൽ നിൽക്കുമ്പോൾ 18-ാം ഓവർ സാന്നർക്ക് കൊടുത്തത് അബദ്ധമാകുമെന്ന് തോന്നിച്ചുവെങ്കിലും വിബരാജിനെ മടക്കി സാന്നർ ആ തീരുമാനം ശരിയെന്ന് തെളിയിച്ചു. അടുത്ത ഓവറിൽ 3 റണ്ണൌട്ട് കൂടി വന്നതോടെ ഡൽഹി 12 റൺസിന് കളി തോക്കുകയാണ് ചെയ്തത്. ഹാർദിക് ബൗളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത രീതി ഇംപ്രസീവ് ആയിരുന്നു. ഡൽഹിക്ക് കുറെ കൂടി കാൽക്കുലേറ്റഡ് ആയ ചേസിനെ സമീപിക്കാമെന്ന് മത്സരം കണ്ടപ്പോൾ തോന്നിച്ചിരുന്നു. കാരണം 48 പന്തിൽ 60 എന്ന ഇക്വേഷൻ ഈ ട്രാക്കിൽ ഈസിയായി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ അനാവശ്യ ഷോട്ടുകൾ കളിച്ച ഡൽഹി താരങ്ങൾ തന്നെ കളി ടൈറ്റ് ആക്കുകയാണ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കിട്ടാതെ പോയ ജയം MI ഇന്നലെ നേടിയെടുത്തു. അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ MI 205 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 193 നേടാൻ മാത്രമേ ഡൽഹിക്ക് സാധിച്ചുള്ളൂ. കരൺ ശർമ്മയാണ് കളിയിലെ താരം.